നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. ക്ലാസ്സിലൂടെ ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 1857 വിപ്ലവം, ഇന്ത്യയിൽ നടന്ന 1857 വിപ്ലവത്തെയാണ് നമ്മൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം. കുറച്ച് ലെങ്തുള്ള ക്ലാസ് ആയിരിക്കും. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നോട്ട് എഴുതിയെടുക്കുക. കാണാതെ പഠിച്ചു പോയാൽ നമുക്ക് ഓർമ്മ നിൽക്കത്തില്ല. ഒത്തിരി ഫാക്റ്റുകളുള്ള ഒരു കാര്യമാണ് ഇത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത്. നമുക്ക് ഈ ക്ലാസ്സിലൂടെ ഈ വിപ്ലവത്തിൻ്റെ പശ്ചാത്തലം പഠിക്കണം. വിപ്ലവം ഏതെല്ലാം മേഖലകളിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്, ഇതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്, ഈ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പറയുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലൊരു അടിസ്ഥാനപരമായിട്ടൊരു ഭരണത്തിന് വഴിയൊരുക്കിയ സമരം ഏതാണ്, അല്ലെങ്കിൽ വിപ്ലവം ഏതാണെന്ന് നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. പ്ലാസി യുദ്ധമാണ്. 1757 നടന്ന പ്ലാസി യുദ്ധമാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലൊരു അടിത്തറ പാകി കൊടുത്ത യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്ക് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതിന് 100 വർഷം മുമ്പ് 1757 ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഭരിക്കാനായിട്ടൊരു അടിത്തറ പാകി കൊടുക്കുന്ന യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം എന്ന് ചോദിച്ചാൽ, റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും തമ്മിലായിരുന്നു എന്തെന്ന് പറയുന്നത്, പ്ലാസി യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും തമ്മിലായിരുന്നു എന്ത്, പ്ലാസി യുദ്ധം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ അതിനൊക്കെ ഒത്തിരി അതിൻ്റെ പിന്നിലൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് റോബർട്ട് ക്ലൈവ് ജയിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലാസി യുദ്ധത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റത്തില്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞിരുന്നതാണ്, 100 വർഷം മുമ്പ് പ്ലാസി യുദ്ധം എന്ന യുദ്ധം മൂലമാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകാനായിട്ടൊരു സാഹചര്യം നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. 1857 മെയ് 10 ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതെന്ന് പറയാം. നമുക്ക് ആ ഡേറ്റ് പറയുന്നത് എങ്ങനെയാണ്, 1857 മെയ് 10. 1857 വിപ്ലവത്തെ തന്നെയാണ് ഷിപ്പായി ലഹള എന്ന് വിളിക്കുന്നത് കേട്ടോ. ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. കൂടാതെ ചെകുത്താൻ്റെ കാറ്റ് അഥവാ ഡെവിൾസ് വിൻഡ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചതും ഈ ഷിപ്പായി ലഹളയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ്. ഓക്കെ, അപ്പോൾ 1857 വിപ്ലവം എന്തെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നുണ്ട്. ഷിപ്പായി ലഹള, ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താൻ്റെ കാറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞിയായിരുന്നു. ആരാണ്? വിക്ടോറിയ രാജ്ഞി. ആ സമയത്ത് ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണ്. വിക്ടോറിയ രാജ്ഞി, അവിടെ രാജഭരണം നിലനിൽക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ഗവർണർ ജനറൽ ആരായിരുന്നു? നമ്മുടെ ഇന്ത്യയുടെ ബ്രിട്ടീഷ് മേധാവി എന്ന് പറയുന്ന സ്ഥാനമാണ് ഏത്, ഗവർണർ ജനറൽ. ഏത് സമയത്ത്? 1857. അപ്പോൾ ആ സമയത്തെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് വെച്ചാൽ കാനിങ് പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് വെച്ചാൽ പാൽമേസ്റ്റൺ പ്രഭു ആയിരുന്നു. പാൽമേസ്റ്റൺ പ്രഭു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? പാൽമേസ്റ്റൺ പ്രഭു ആയിരുന്നു. 3rd വിസ്കൗണ്ട് പാൽമേസ്റ്റൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കേട്ടോ, ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ പാൽമേസ്റ്റൺ പ്രഭു എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? പാൽമേസ്റ്റൺ പ്രഭു ആയിരുന്നു. അപ്പോൾ ഈ വിപ്ലവത്തിന് കാരണമായ കുറേ സംഭവങ്ങളുണ്ട്. അതിലൊന്നാമത് കുറച്ച് നിയമങ്ങളുണ്ടായിരുന്നു. വിപ്ലവത്തിന് കാരണമായിട്ട് കുറച്ച് നിയമങ്ങളുണ്ടായിരുന്നു. പ്രധാനമായിട്ട് വരുന്നതാണ് ദത്തവകാശ നിരോധന നിയമം. 1848 ദത്തവകാശ നിരോധന നിയമം. ആരാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത്? ഡെൽഹൌസി പ്രഭുവാണ്. ഓക്കെ, ഡെൽഹൌസി പ്രഭു അതെന്താണ്, നമ്മുടെ കാനിങ് പ്രഭുവിന് മുമ്പ് അധികാരത്തിലുണ്ടായിരുന്ന ഗവർണർ ജനറൽ ആയിരുന്നു. അപ്പോൾ ഡെൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത് 1848. അപ്പോൾ ദത്തവകാശ നിരോധന നിയമം വഴി ബ്രിട്ടീഷുകാർ കുറേ സ്ഥലങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. എന്താണ് ചെയ്തത്? ദത്തവകാശ നിരോധന നിയമം വഴി കുറച്ച് സ്ഥലങ്ങൾ, ഇന്ത്യയിലെ കുറച്ച് നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ദത്തവകാശ നിരോധന നിയമപ്രകാരം അനന്തരാവകാശി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർക്ക് കൈമാറണം എന്നുള്ള രീതിയിലാണ്. അതായത് രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ തങ്ങൾക്ക് മക്കളില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പിന്നീട് മറ്റുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് കൈമാറുകയോ അല്ലെങ്കിൽ ദത്തെടുത്ത് കൈമാറുകയോ ഒന്നും ചെയ്യാതെ എന്ത് ചെയ്യണം, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലേക്ക് ആ രാജ്യത്തെ മാറ്റണം. അതാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ദത്തവകാശ നിരോധന നിയമം അനുസരിച്ച് സത്താറ, സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി, തഞ്ചാവൂർ, ആർക്കോട്ട്, അവധ് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്തു,
ബ്രിട്ടീഷുകാർ നേടിയെടുത്തു. എങ്ങനെയാണ്? ഏതൊക്കെ സ്ഥലങ്ങളാണ്? സത്താറ, സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി, തഞ്ചാവൂർ, ആർക്കോട്ട്, അവധ് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായിട്ട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് സത്താറയാണ്. 1848 സത്താറ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാ? അത് അവധാണ്. 1856 അവധാണ് എന്ത് ചെയ്യുന്നത്? അവസാനമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത്. ഈ ദത്തവകാശ നിരോധന നിയമം വരുന്നതിന് മുമ്പ് ദത്തവകാശ നയം വഴിയിട്ട് അല്ലെങ്കിൽ ദത്തപഹാര നയം വഴി കിട്ടൂർ എന്ന നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. അതിനൊക്കെ ഒരുപാട് വർഷം മുമ്പാണ്. 1824 ഏത് സ്ഥലമാണ്? കിട്ടൂർ. അതിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ കിട്ടൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവം നയിച്ച ഒരു വനിതാ നേതാവ് ഉണ്ട്. ആരാണ്? റാണി ചിന്നമ്മ. നമ്മൾ കിട്ടൂർ ചിന്നമ്മ എന്നുള്ള രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട്. റാണി ചിന്നമ്മയും രായപ്പയും കൂടി ചേർന്നിട്ടാണ് അക്കാലത്ത് കിട്ടൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യുന്നത്? പോരാടാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇത്ര ആലോചിച്ച് വയ്ക്കുക. 1848 ദത്തവകാശ നിരോധന നിയമം വഴി ആദ്യമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? അത് സത്താറയാണ്. 1848 അവസാനമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് അവധ്. 1856. ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന മറ്റൊരു നിയമമാണ് റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം കൊണ്ടുവരുന്നത് എന്നാണ്? 1850. 1850 റിലീജിയസ് ഡിസബിലിറ്റി നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം തുടങ്ങിയവയെല്ലാം 1857 വിപ്ലവത്തിലേക്ക് നയിച്ച നിയമങ്ങളാണ്. മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ്? നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂടിച്ചേർത്തത് 1857 വിപ്ലവത്തിന് കാരണമായിട്ടുള്ള ഒന്നാണ്. ജനതയ്ക്ക് ബ്രിട്ടീഷ് ജനതയോട് വിരോധത്തിന് കാരണമായ മറ്റൊരു സംഭവമാണ് മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം എന്ന് പറയുന്നത്. മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം ഇന്ത്യൻ ജനതയ്ക്ക് ബ്രിട്ടീഷുകാരോട് വിരോധമുണ്ടാകാൻ കാരണമായി. തദ്ദേശീയ ജനതയുടെ മതജാതി ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടലും ഇതിന് കാരണമായിട്ടുണ്ട്. തദ്ദേശീയ ജനതയുടെ മതജാതി ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ ബ്രിട്ടീഷുകാരോട് ഇന്ത്യൻ ജനതയ്ക്ക് വിരോധത്തിന് കാരണമായി. തങ്ങളുടേതായ രീതിയിലുള്ള ആചാരങ്ങളിലെല്ലാം ആരിടപെടാൻ തുടങ്ങി? ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങി. കാർഷിക മേഖലയിലെ അസംതൃപ്തി. ബ്രിട്ടീഷുകാർ കാർഷിക മേഖലയിൽ എന്ത് ചെയ്തിരുന്നില്ല? മുൻകൈ എടുത്തിരുന്നില്ല. അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പ്രവർത്തിച്ചിരുന്നില്ല. അവർ കൂടുതലും എന്താണ്? അവർ കൂടുതൽ സാമ്പത്തികപരമായിട്ടുള്ള രീതികൾക്കാണ് എന്ത് ചെയ്യുന്നത്? മുൻകൈ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ എന്ത് ചെയ്തിരുന്നു? ഇന്ത്യൻ ജനതയ്ക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു. കരകൗശല തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ആര് പരിഹരിച്ചിരുന്നില്ല? ബ്രിട്ടീഷുകാർ പരിഹരിച്ചിരുന്നില്ല. അതായത് ഭരണം നടക്കുന്നത് ഇപ്പം ബ്രിട്ടീഷുകാരുടെ കീഴിലാണ്. എന്നാൽ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കാൻ ആര് തയ്യാറായിരുന്നില്ല? ബ്രിട്ടീഷുകാർ തയ്യാറായിരുന്നില്ല. ഇനി എങ്ങനെയാണ് വിപ്ലവത്തിന് തുടക്കം കുറിച്ചതെന്ന് ചോദിച്ചാൽ, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുവാനുണ്ടായ അടിയന്തര കാരണം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ കാരണം എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് പറയാൻ പറ്റുന്നത്? 1856 മുതൽ സൈനികർക്ക് എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കും തിരകളുമാണ് നൽകിയിരുന്നത്. എന്താണ്? 1856 മുതൽ സൈനികർക്ക് എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കും തിരകളുമാണ് എന്ത് ചെയ്തിരുന്നത്? നൽകിയിരുന്നത്. ഇന്ത്യൻ സൈനികർ പുതിയ തോക്കിനെ എതിർക്കാൻ കാരണം പുതിയ തരം തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത പ്രചരിച്ചത് മൂലമാണ്. ഇന്ത്യൻ ശിപ്പായിമാരിൽ, അതായത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സൈനികരായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ ജനതയുണ്ട്. അവരെ ശിപ്പായിമാരെന്നാണ് ബ്രിട്ടീഷുകാർ വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ശിപ്പായിമാരിൽ ഹിന്ദുമത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളും ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചോളം, ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചോളം പശു എന്നത് അവരെ ആരാധിക്കുന്ന ഒരു മൃഗവും, ഇസ്ലാം മതത്തെ സംബന്ധിച്ചോളം പന്നി എന്നത് അവർ അവർക്ക് വിരോധം ഉള്ള ഒരു മൃഗമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരിക എന്നത് ഇവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ സൈനികർക്കിടയിൽ നൽകിയ ഈ പുതിയ തോക്കെന്ന് പറയുന്നത് എന്താണ്? ആ തോക്കിൽ ഉപയോഗിച്ചിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിരുന്നു എന്ന വാർത്ത പ്രചരിച്ചതോടു കൂടിയാണ് ശിപ്പായിമാർക്കിടയിൽ ഒരു സംസാരം ഉണ്ടാകുന്നതും ഇതെന്ത് ചെയ്യുന്നത്? ഒരു കലാപത്തിലേക്ക് നയിക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നത്. പുതിയ തോക്കും തിരകളും നിർബന്ധപൂർവ്വം സൈന്യത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയ വർഷം 1857 ജനുവരിയാണ്. 1856 മുതൽ നൽകി തുടങ്ങിയിരുന്നു. എന്നാൽ ഇത് നിർബന്ധമാക്കിയത് എന്നാണ്? 1857 ജനുവരിയിലാണ്. ശിപ്പായിമാർ പ്രകോപിതരാകാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്
സിപ്പായിമാർക്ക് ഭക്ഷണമായി കൊടുത്തിരുന്ന റൊട്ടി എന്ന് പറയുന്നത് എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന് വാർത്ത പരന്നതാണ് ശിപ്പായിമാർ പ്രകോപിതരാകാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്. എന്താണ്? ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി, അവർക്ക് ഭക്ഷണത്തിനായിട്ട് റൊട്ടിയാണ് കൊടുത്തിരുന്നത്. ആ റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണ് നിർമ്മിച്ചതെന്ന വാർത്ത എന്ത് ചെയ്തു? പ്രചരിച്ചു. അപ്പോൾ ഇത്രയും അവഗണനകൾ ഇങ്ങനെ ശിപ്പായിമാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു വാർത്തയും കൂടി കേട്ടപ്പോഴേക്കും ശിപ്പായിമാർ വീണ്ടും എന്ത് ചെയ്തു? പ്രകോപിതരാവുകയാണ് ചെയ്തത്. ശിപ്പായിമാർക്ക് ലഭിച്ച തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള നേരിട്ടുള്ള അവഹേളനവുമെല്ലാം ശിപ്പായിമാർക്ക് അവരോട് എതിർക്കാനായിട്ടൊരു പ്രേരണ ഉണ്ടാക്കി. ഓക്കെ, അപ്പം നമ്മളുടെ എൻഫീൽഡ് തോക്കിൻ്റെ കാര്യവും റൊട്ടിയുടെ കാര്യവും അല്ലേ, പിന്നെ അവരുടെ പെരുമാറ്റ രീതികളും എല്ലാം ശിപ്പായിമാർക്ക് ബ്രിട്ടീഷുകാരോടൊരു വിരോധം കൂടാനുള്ള കാരണമായിട്ടാണ് മാറിയത്. ഈ സമയത്താണ് ബ്രിട്ടീഷുകാരുടെ ശിപ്പായിമാരോടുള്ള പെരുമാറ്റത്തിലും വിവേചനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന ഒരു സൈനികൻ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന് നേരെ എന്ത് ചെയ്തു? വെടിയുതിർക്കുന്നു. മംഗൽ പാണ്ഡെ ആരാണ്? ഒരു സൈനികനാണ്. അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന് നേരെ എന്ത് ചെയ്യുന്നു? വെടിയുതിർക്കുന്നു. എന്നാൽ ഉന്നം തെറ്റിയിട്ട് സൈനിക ഉദ്യോഗസ്ഥൻ്റെ പേര് ഹെൻറി ബോഗ് എന്നാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി, ഹെൻറി ബോഗ്. അപ്പോൾ ഹെൻറി ബോഗിന് നേരെയാണ് എന്ത് ചെയ്യുന്നത്? വെടിയുതിർക്കുന്നത്. എന്നാൽ ഉന്നം തെറ്റിയിട്ട് എവിടെയാണ് കൊള്ളുന്നത്? അദ്ദേഹത്തിൻ്റെ കുതിരയ്ക്കാണ് വെടിയേൽക്കുന്നത്. ഓക്കെ, ഹെൻറി ബോഗിൻ്റെ കുതിരയ്ക്ക് വെടിയേൽക്കുന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ട് മംഗൽ പാണ്ഡെ എന്ത് ചെയ്യുന്നൊരു പ്രതിഷേധമാണ്. അപ്പോൾ ഈ വധശ്രമം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? മംഗൽ പാണ്ഡെ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജെയിംസ് ഹ്യൂയിസണെ എന്ത് ചെയ്യുന്നുണ്ട്? വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്? ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മംഗൽ പാണ്ഡെ എന്ത് ചെയ്യുന്നുണ്ട്? അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? മംഗൽ പാണ്ഡെ അറസ്റ്റ് ചെയ്യുന്നത്. മംഗൽ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് എന്ന് പറയുന്നത് 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയാണ് കേട്ടോ. അത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. മംഗൽ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ഏതായിരുന്നു? 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി ആയിരുന്നു. 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി. ഓക്കെ, ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ തീപ്പൊരി ഉണ്ടായത് ബരക്പൂറിലാണ് നമുക്ക് പറയാം. ഈ സംഭവം എവിടെ വെച്ചാണ് നടക്കുന്നത്? ബരക്പൂറാണ്. മംഗൽ പാണ്ഡെയെ ബരക്പൂറിൽ തൂക്കിലേറ്റിയത് എന്നാണെന്ന് വെച്ചാൽ 1857 ഏപ്രിൽ 8-നാണ്. എന്നാണ് 1857 ഏപ്രിൽ 8-നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റുന്നത് വെച്ചാൽ ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് മംഗൽ പാണ്ഡെ എന്ത് ചെയ്യുന്നത്? തൂക്കിലേറ്റുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം മംഗൽ പാണ്ഡെയാണ് ഇതിന് പ്രതിഷേധം എന്നോണം എന്ത് ചെയ്യുന്നത്? പ്രത്യക്ഷത്തിൽ ആദ്യമായിട്ടൊന്ന് ബ്രിട്ടീഷുകാരോട് നേരിടുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനെ നേരെ വെടിയുതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് കുതിരയ്ക്ക് വെടിയേറ്റതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രശ്നമൊന്നും ആയില്ല, ആരും അറിയുന്നില്ല. എന്നാൽ 1857 വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് മംഗൽ പാണ്ഡെ വീണ്ടും ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ആ വധശ്രമത്തിൻ്റെ പേരിൽ മംഗൽ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യുന്നു. മംഗൽ പാണ്ഡെയെ ബരക്പൂറിൽ തൂക്കിലേറ്റിയത് എന്നാണെന്ന് വെച്ചാൽ 1857 ഏപ്രിൽ 8-നാണ്. ഓക്കെ, അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്ന് നമുക്ക് മംഗൽ പാണ്ഡെയെ പറയാം. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ കലാപകാരി എന്ന് നമുക്ക് ആരെ പറയാം? മംഗൽ പാണ്ഡെയെ പറയാം. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ കലാപകാരി, ആദ്യ രക്തസാക്ഷി എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം നമുക്ക് ആരാണ്? മംഗൽ പാണ്ഡെയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധമുയർത്തിയ ആളാരാണ്? ഈ മംഗൽ പാണ്ഡെയാണ്. ഓക്കെ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായിട്ട് പ്രതിഷേധമുയർത്തിയ ആളാരാണെന്ന് വെച്ചാൽ ആരാണ്? മംഗൽ പാണ്ഡെയാണ്. ഓക്കെ, ഈ മംഗൽ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്നുള്ളൊരു പേരിൽ തൂക്കിലേറ്റപ്പെട്ട ഒരു ഇന്ത്യൻ സൈനികനുണ്ട് കേട്ടോ. മറ്റൊരു ഇന്ത്യൻ സൈനികനുണ്ട്. അതായത് ജോൺ ഹെയ്സി എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് ഉത്തരവിടുന്നത്. ആരെ? മംഗൽ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉത്തരവിടുന്നത്. അപ്പം ജോൺ ഹെയ്സിയുടെ ഉത്തരവ് ലംഘിച്ചു. ജോൺ ഹെയ്സി എന്ന് പറഞ്ഞാൽ മറ്റൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവ് ലംഘിച്ചു എന്ന പേരിലാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. ആരാണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സുബേദാർ ഈശ്വരി പ്രസാദ് എന്നാണ്. എന്താണ്? സുബേദാർ ഈശ്വരി പ്രസാദ്. ഓക്കെ, അപ്പോൾ സുബേദാർ ഈശ്വരി പ്രസാദ് എന്ത് ചെയ്തു എന്നുള്ള കുറ്റം എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്? അദ്ദേഹം മംഗൽ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന പേരിൽ സുബേദാർ ഈശ്വരി പ്രസാദിനെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെയും തൂക്കിലേറ്റുന്നുണ്ട്. 1857 ഏപ്രിൽ 21-നാണ് ആരെ തൂക്കിലേറ്റുന്നത്? മംഗൽ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ സഹായിച്ചില്ല എന്ന പേരിൽ സുബേദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റുന്നത്. 1857 ഏപ്രിൽ 8-ന് മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റുന്നു. 1857 ഏപ്രിൽ 21-ന് സുബേദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റുന്നു. നമ്മൾ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പോയിന്റുകളും പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രിലിംസ് ലെവലായാലും LGS ലെവലായാലും 10th ലെവൽ +2 ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിനപ്പുറം ഒന്നും ചോദിക്കാനില്ല എന്നുള്ള രീതിയിലുള്ള പോയിന്റുകളാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുകയും നോട്ടുകൾ എഴുതിയെടുക്കുകയും വേണം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ ആണല്ലേ. ഈ മംഗൾ പാണ്ഡെയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്. ഏതാണ്? മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമ കേട്ടോ. മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമ 2005 പുറത്തിറങ്ങുന്നത്. മംഗൾ പാണ്ഡെയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന് പറയുന്നത്. കേതൻ മേത്തയാണ് സംവിധാനം ചെയ്തത്. ഈ സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? കേതൻ മേത്തയാണ്. മംഗൾ പാണ്ഡെയായിട്ട് അവതരിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ആമിർ ഖാനാണ്. ഓക്കെ, അപ്പോൾ 2005 മംഗൾ പാണ്ഡെയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ഏതെന്ന് പറയുന്നത്? മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന് പറയുന്നത്. കേതൻ മേത്തയാണ് ഇതിൻ്റെ സംവിധായകൻ. മംഗൾ പാണ്ഡെയായിട്ട് അവതരിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ആമിർ ഖാനാണ്. ഓക്കെ, മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1984 50 പൈസയുടെ ഒരു തപാൽ സ്റ്റാമ്പ്. അന്നത്തെ കാലത്ത് 50 പൈസയുടെ ഒരു തപാൽ സ്റ്റാമ്പ് എന്ത് ചെയ്യുന്നു? ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കുന്നു. ഏത് വർഷമാണ്? 1984. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1984. 1857 ഈ വിപ്ലവത്തെ ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. 1857 ഈ വിപ്ലവത്തെ എന്തെന്നറിയപ്പെടുന്നുണ്ട്? ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നുണ്ട്. ഈ വിപ്ലവത്തിന്റെ രഹസ്യ മുദ്രയായിട്ട് പറയുന്നത് ചപ്പാത്തിയും താമരയുമാണ്. ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് 1857 വിപ്ലവത്തിന്റെ രഹസ്യ മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണെന്ന് വെച്ചാലും 1857 വിപ്ലവമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ചപ്പാത്തി വിപ്ലവം എന്ന് വിളിച്ചത്? ഗ്രാമത്തിൽ നിർമ്മിച്ചിരുന്ന ചപ്പാത്തിയിൽ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ എഴുതി എന്ത് ചെയ്യുന്നു? രാത്രി മറ്റ് പ്രദേശങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടാണ് ഇരുന്നത്. അങ്ങനെയാണ് വിവരങ്ങൾ കൈമാറിയിരുന്നത്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അറിയുമല്ലോ, പ്രാദേശിക ഭാഷയിലാകുമ്പോൾ അത് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവില്ല. കടലാസിലോ അല്ലെങ്കിൽ ഓലയിലോ ഒന്നും അല്ലല്ലോ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതും അവർക്ക് മനസ്സിലാവില്ല. ചപ്പാത്തിയിലാണ് എന്ത് ചെയ്യുന്നത്? വിവരങ്ങൾ ഇവർ കൈമാറുന്നത്. എവിടെ നാളെ ഒരുമിച്ച് കൂടണം, എങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ എങ്ങനെയാണ് ചെയ്തിരുന്നത്? ചപ്പാത്തിയിലാണ് എഴുതി നൽകിയിരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ചപ്പാത്തി വിപ്ലവം എന്നും പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഈ ചപ്പാത്തി വിപ്ലവത്തിന് അല്ലെങ്കിൽ ചപ്പാത്തിയിൽ എഴുതി ഇങ്ങനെ കൈമാറാനൊരു തുടക്കം കുറിച്ചത് ആരാണെന്ന് വെച്ചാൽ ഗുരുദാസ ബാബയാണ് കേട്ടോ. ഗുരുദാസ ബാബ ആരാണെന്ന് വെച്ചാൽ നാനാ സാഹിബിൻ്റെ ഗുരുവാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. നാനാ സാഹിബിൻ്റെ ഗുരുവായിട്ടുള്ള ഗുരുദാസ ബാബയാണ് ഈ ചപ്പാത്തിയിലുള്ള ഈ വിവര കൈമാറ്റം എന്നുള്ള രീതിയിൽ ഈ വിപ്ലവ സമയത്ത് ആരംഭിക്കുന്നത്. കലാപം ആരംഭിക്കുന്നതിന് ശിപ്പായികൾ സ്വീകരിച്ച മാർഗങ്ങളാണ് വെടിമുഴക്കവും ബ്യൂഗിളിൻ്റെ ശബ്ദവും ഒക്കെ. അപ്പോൾ കലാപം ആരംഭിക്കാൻ പോവുകയാണ് എന്ന് എല്ലാവരെയും അറിയിക്കുന്നത് എങ്ങനെയാണ്? വെടിമുഴക്കത്തിലൂടെയും ബ്യൂഗിളിൻ്റെ ശബ്ദത്തിലൂടെയും ഒക്കെയാണ്. കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക എന്നതാണ്. എന്താണ് കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത്? സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക എന്നതാണ്. ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായും ഹിന്ദു, ഉറുദു, പേർഷ്യൻ ഭാഷകളിലായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? പറഞ്ഞുകൊണ്ടിരുന്നത്. മുദ്രാവാക്യം വിളിച്ചിരുന്നത് ഏത് ഭാഷകളിലാണ്? സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നത് ഹിന്ദി, ഉറുദു, പേർഷ്യൻ ഭാഷകളിലായിരുന്നു. അപ്പോൾ ഈ ഭാഷകളാവുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് അത്ര പിടുത്തം ഇല്ലാത്ത ഭാഷകളായതുകൊണ്ട് അവരെന്ത് ചെയ്തിരുന്നു? ഈ ഭാഷകളാണ് മുദ്രാവാക്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. 1857 കലാപം എല്ലാ സ്ഥലത്തും ഒരുപോലെ ആരംഭിച്ചിരുന്നില്ല. ഓക്കെ, 1857 കലാപം എല്ലാ സ്ഥലത്തും ഒരുപോലെയൊന്നും ആയിരുന്നില്ല. ഒരു സ്ഥലത്ത് തുടങ്ങിയ കലാപം മറ്റു സ്ഥലങ്ങളിലേക്ക് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കലാപം നടക്കുന്നു എന്ന് മറ്റൊരു സ്ഥലത്തെ മറ്റൊരു നാട്ടുരാജ്യത്തെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെ ആൾക്കാർ അറിയുന്നതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? എന്നാൽ നമുക്കും കൂടി സംഘടിക്കാം എന്നുള്ള രീതിയിൽ അവർ കലാപം ആരംഭിക്കുന്നത്. അല്ലാതെ ഒരു വലിയ പ്രദേശത്തെ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് അവിടെ നിന്ന് നമുക്ക് കലാപം തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി സംഘടിച്ചുകൊണ്ട് തുടങ്ങാം, അങ്ങനെ ഒരു പ്ലാനിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്ന കലാപമായിരുന്നില്ല 1857 കലാപം. അതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടു പോയത്. ഓക്കെ ആണല്ലോ. ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർത്തുകൊണ്ടും വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തിക്കൊണ്ടും ഒക്കെയാണ് അവർ കലാപം നടത്താനായിട്ട് തീരുമാനിച്ചത്. എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാർ താമസിക്കുന്ന ഭവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വസതികൾ എന്ത് ചെയ്യുക? തകർക്കുക, വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക. അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യുക? തകർക്കുക. അതായിരുന്നു എന്തിൻ്റെ ലക്ഷ്യം? ആരുടെ ലക്ഷ്യം? കലാപകാരികളുടെ ലക്ഷ്യം. പിന്നെ ട്രഷറികൾ കൊള്ളയടിക്കുക, ജയിലുകൾ തകർക്കുക, റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കലാപകാരികൾ ഉദ്ദേശിച്ചത്. എന്താണ്? ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക, വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തുക, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, ട്രഷറികൾ കൊള്ളയടിക്കുക, ജയിലുകൾ തകർക്കുക, റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക തുടങ്ങിയവയെല്ലാം
1857 കലാപത്തിൻ്റെ പൊതു സവിശേഷതകളായിരുന്നു. അപ്പം ഇനിയുള്ള പരീക്ഷകളിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ഇനി എന്താണ് ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക എന്നത് 1857 കലാപത്തിൻ്റെ ഒരു പൊതു സവിശേഷതയായിരുന്നു. ഇപ്പോൾ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ അന്ന് നിലനിന്നിരുന്നത്. വിപ്ലവം ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനവും അതുകൊണ്ട് ഏത് തന്നെയായിരുന്നു? ഉത്തർപ്രദേശ് തന്നെയായിരുന്നു. മീററ്റ്, ഝാൻസി, ലക്നൗ, ആഗ്ര, ഔധ്, അലിഗഡ്, മധുര, അലഹബാദ്, കാൺപൂർ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. ഇവിടെ എല്ലാം എന്തായിരുന്നു? വിപ്ലവ കേന്ദ്രങ്ങളായിരുന്നു. ഇവയെല്ലാം വിപ്ലവ കേന്ദ്രങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? മീററ്റ്, ഝാൻസി, ലക്നൗ, ആഗ്ര, ഔധ്, പിന്നെ ഏതാണ്? അലിഗഡ്, മധുര, അലഹബാദ്, കാൺപൂർ. ഓക്കെ, ഔധ് എന്ന് പറയുന്നത് ഈ അയോധ്യ അല്ലെങ്കിൽ അയോധ്യയെ നമ്മൾ ഔധ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അലിഗഡ്, മധുര, അലഹബാദ്, കാൺപൂർ തുടങ്ങിയവയെല്ലാം ഉത്തർപ്രദേശിലെ സ്ഥലങ്ങളായിരുന്നു. കൂടുതലും കലാപകേന്ദ്രങ്ങൾ എവിടെയായിരുന്നു? ഉത്തർപ്രദേശിലായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബാധിക്കാത്ത പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പഞ്ചാബ്, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളായിരുന്നു. പഞ്ചാബ്, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങൾ 1857 കലാപം എന്ത് ചെയ്തിരുന്നില്ല? ബാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? കലാപം അങ്ങോട്ടേക്ക് വ്യാപിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? പഞ്ചാബ്, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിലേക്ക് കലാപം വ്യാപിച്ചിരുന്നില്ല എന്ന് പറയാം. 1857 വിപ്ലവത്തിന് ഓരോ സ്ഥലങ്ങളിലും എന്തുണ്ടായിരുന്നു? ഓരോ നേതാക്കളുണ്ടായിരുന്നു. ഓരോ പ്രാദേശിക സ്ഥലങ്ങളിലും എന്തുണ്ടായിരുന്നു? ഓരോ നേതാക്കളുണ്ടായിരുന്നു. നമുക്ക് ഓരോ സ്ഥലത്തിലെയും നേതാക്കളെ ഒന്ന് പറഞ്ഞു പോകാം. ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കാം. വീണ്ടും വീണ്ടും കേട്ടാൽ മതി കേട്ടോ. ഞാൻ 1-2 തവണയെ പറഞ്ഞു പോകത്തുള്ളൂ. നോക്കൂ, ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുള്ള നേതാക്കളെ നമുക്കൊന്ന് നോക്കാം. മീററ്റിൽ ആരായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്? മീററ്റിൽ നേതൃത്വം കൊടുത്തിരുന്നത് ഖദം സിംഗ് ആണ്. ആരാണ്? ഖദം സിംഗ് അല്ലെങ്കിൽ ഖുദം സിംഗ് എന്നൊക്കെ നമ്മൾ പറയും. മീററ്റിൽ നേതൃത്വം കൊടുത്തിരുന്ന ആരാണ്? ഖദം സിംഗ് ആണ്. കാൺപൂരിലെ നാനാ സാഹിബ്, താന്തിയ തോപ്പി എന്നിവരുടെ നേതൃത്വത്തിലാണ് കലാപം അരങ്ങേറിയത്. കാൺപൂരിലെ നാനാ സാഹിബ്, താന്തിയ തോപ്പി എന്നിവരുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത്? കലാപം അരങ്ങേറിയത്. റാണി ലക്ഷ്മിഭായിയുടെ നേതൃത്വത്തിൽ, നമുക്ക് പേര് കേൾക്കുമ്പോൾ അറിയാം എവിടെയായിരിക്കും? റാണി ലക്ഷ്മിഭായിയുടെ നേതൃത്വത്തിൽ കലാപം നടന്നത് ഝാൻസിയിലാണ്. ഝാൻസിയിൽ. ഓക്കെ, ഝാൻസി റാണി നമ്മൾ പറയാറില്ലേ? ആരാണത്? റാണി ലക്ഷ്മിഭായി ആണ്. ഫൈസാബാദിലെ കലാപം നടന്നത് മൗലവി അഹമ്മദുള്ളയുടെ നേതൃത്വത്തിലാണ്. ഫൈസാബാദിൽ കലാപം നടന്ന ആരുടെ നേതൃത്വത്തിലാണ്? മൗലവി അഹമ്മദുള്ളയുടെ നേതൃത്വത്തിലാണ്. അലഹബാദിൽ ലിയാഖത്ത് അലിയാണ് നേതൃത്വം നൽകിയത്. അലഹബാദിൽ നേതൃത്വം നൽകിയത് ആരാണ്? ലിയാഖത്ത് അലിയാണ്. മധുരയിൽ നേതൃത്വം നൽകിയത് ദേവി സിംഗ് ആണ്. മധുര ദേവി സിംഗ് എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. മധുര ദേവി. ഓക്കെ, അങ്ങനെ ആലോചിച്ച് മധുരയിൽ ആരാ നേതൃത്വം നൽകിയത്? ദേവി സിംഗ് ആണ്. ബറൌട്ട് പർഗാനയിൽ നേതൃത്വം നൽകിയത് ഷാമൽ ആണ്. ബറൌട്ട് പർഗാനയിൽ നേതൃത്വം നൽകിയത്. ബറേലി, റോഹിൽഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നേതൃത്വം നൽകിയത് ആരാണെന്ന് വെച്ചാൽ അത് ഖാൻ ബഹദൂർ ആണ്. ഖാൻ ബഹദൂർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം ഉത്തർപ്രദേശിലെ സ്ഥലങ്ങൾ മാത്രമാണ് കേട്ടോ. ഒന്നും കൂടി പറയാം. മീററ്റ് ഖദം സിംഗ്, കാൺപൂർ നാനാ സാഹിബ്, താന്തിയ തോപ്പി, ഝാൻസി ഓർക്കാൻ ശ്രമിച്ചു നോക്ക്, ഝാൻസി റാണി ലക്ഷ്മിബായി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, അലഹബാദ് ലിയാഖത്ത് അലി, മധുര ദേവി സിംഗ്, ബറൌട്ട് പർഗാന ഷാമൽ, ബറേലി റോഹിൽഖണ്ഡ് ഖാൻ ബഹദൂർ ഖാൻ. ഇനി ഉത്തർപ്രദേശിന് പുറത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലേ, അവിടെയൊക്കെ ആരാ നേതൃത്വം കൊടുത്തേ നോക്കാം. മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിഭായി തന്നെയാണ് കേട്ടോ. നമ്മുടെ ഝാൻസിയിൽ നേതൃത്വം കൊടുത്ത റാണി ലക്ഷ്മിഭായിയും പിന്നെ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത താന്തിയ തോപ്പിയും കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? ഗ്വാളിയാറിൽ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്. മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയുമാണ്. മധ്യപ്രദേശിലെ മാൻഡസോറിൽ നേതൃത്വം കൊടുക്കുന്നത് ഫിറോസ് ഷായാണ്. മധ്യപ്രദേശിലെ മാൻഡസോറിൽ നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ഫിറോസ് ഷാ. ഇനി ബീഹാറിലെ അല്ലെങ്കിൽ ആര, ജഗദീഷ്പൂർ എന്നീ സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നത് കൻവർ സിംഗ് ആണ്. ഓക്കെ, ബീഹാറിലെ ആര, ജഗദീഷ്പൂർ എന്നീ സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? കൻവർ സിംഗ് ആണ്. ബീഹാർ കൻവർ എന്നാലോചിക്കുക. ബീഹാർ കൻവർ സിംഗ് ആണ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആരെ തന്നെയാണ്? കൻവർ സിംഗിനെ തന്നെയാണ് കേട്ടോ. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന ആരെയാണ്? കൻവർ സിംഗിനെയാണ്. ഇനി അസമിൽ കലാപത്തിന് നേതൃത്വം നൽകുന്നത് ദിവാൻ മണിറാം ആണ്. ഓക്കെ, അസമിൽ കലാപത്തിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ദിവാൻ മണിറാം ആണ്. ഹരിയാനയിൽ നേതൃത്വം നൽകുന്നത് ആരാണെന്ന് വെച്ചാൽ അത് റാവു തുലാറാം ആണ്. ഓക്കെ, റാവു തുലറാം ആണ് ഹരിയാനയിൽ നേതൃത്വം നൽകുന്നത്. അസമിൽ ദിവാൻ മണിറാം ആണ് നേതൃത്വം നൽകുന്നത്.
രാജസ്ഥാനിൽ അല്ലെങ്കിൽ കോട്ടയിൽ നേതൃത്വം നൽകുന്നത് ലാല ജയദയാലാണ്. ആരാണ്? ലാല ജയദയാലാണ്. അപ്പോൾ ഒത്തിരി കലാപകേന്ദ്രങ്ങളിൽ നേതൃത്വം നൽകിയവരെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഉത്തർപ്രദേശിലെ കൂടുതൽ സ്ഥലങ്ങൾ ഉൾപ്പെടുന്നു. ബാക്കി മറ്റു പ്രദേശങ്ങളിലെ നേതൃത്വം നൽകിയവരെ കുറിച്ചും പറഞ്ഞു. നിങ്ങൾ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആ ഭാഗം ഒന്ന് കേൾക്കുക കേട്ടോ. നമ്മൾ വീണ്ടും പറയും തോറും ക്ലാസ്സിൻ്റെ ലെങ്ത് ഒരുപാട് കൂടും. 1857 വിപ്ലവം എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒറ്റ ക്ലാസ്സിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ചുരുക്കി പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. എങ്കിൽ എല്ലാ പോയിന്റുകളും കവർ ചെയ്താണ് പോകുന്നത് കേട്ടോ. 1857 കലാപത്തിൻ്റെ ജോവാനോഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഝാൻസി റാണിയാണ്. 1857 കലാപത്തിൻ്റെ ജോവാനോഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഝാൻസി റാണിയാണ്. 1857 കലാപത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്ന ആരെയാണ്? നാനാ സാഹിബിനെയാണ് കേട്ടോ, നാനാ സാഹിബ്. അപ്പോൾ ജോവാനോഫ് ആർക്ക് എന്ന് പറയുന്നത് ഝാൻസി റാണി, 1857 കലാപത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. കലാപത്തിൻ്റെ അംബാസിഡർ അഥവാ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? അസിമുള്ള ഖാനെയാണ്. 1857 കലാപത്തിൻ്റെ അംബാസിഡർ അഥവാ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? അസിമുള്ള ഖാനെയാണ്. ഓക്കെ ആണല്ലോ. മറാത്വ പേഷ്വായുടെ പ്രധാനമന്ത്രിയായിരുന്നു അസിമുള്ള ഖാൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് നാനാ സാഹിബിൻ്റെ ഉപദേശകനായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അസിമുള്ള ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസിമുള്ള ഖാനെയാണ് 1857 കലാപത്തിൻ്റെ അംബാസിഡർ എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ 1857 കലാപത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? അസിമുള്ള ഖാനെയാണ്. 1857 കലാപത്തിൻ്റെ ബുദ്ധികേന്ദ്രമാരാണ്? നാനാ സാഹിബാണ്. ജോവാനോഫ് ആർക്ക് ആരാണ്? ഝാൻസി റാണിയാണ്. 1857 വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന അസിമുള്ള ഖാനാണ് വിപ്ലവകാരികളുടെ പടയണി ഗാനം രചിച്ചത്. 1857 വിപ്ലവകാരികൾക്കൊരു പടയണി ഗാനം ഉണ്ടായിരുന്നു. ആ ഗാനം രചിച്ചത് ആരാണ്? അസിമുള്ള ഖാനാണ്. ഹം ഹേ ഇസ്കോ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് തുടങ്ങുന്നതാണ് ആ ഗാനം എന്ന് പറയുന്നത് കേട്ടോ. ഹം ഹേ ഇസ്കോ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് തുടങ്ങുന്ന പടയണി ഗാനം രചിച്ചത് ആരാണ്? അസിമുള്ള ഖാനാണ്. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? കൻവർ സിംഗിനെയാണ് കേട്ടോ. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കൻവർ സിംഗിനെയാണ്. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് നമുക്ക് പറയാം. 1857 മെയ് 10 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന കലാപം എന്ത് ചെയ്യുന്നത്? പൊട്ടിപ്പുറപ്പെടുന്നത്. 1857 വിപ്ലവം ആരംഭിച്ച സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. മീററ്റിൽ വിപ്ലവം നയിച്ചത് ആരാണ്? മീററ്റിൽ വിപ്ലവം നയിച്ചത് ഖദം സിംഗ് അഥവാ ഖുദം സിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഖദം സിംഗ് എന്നോ ഖുദം സിംഗ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഖദം സിംഗ് എന്ന് ഓർത്ത് വയ്ക്കുക. മീററ്റിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഖദം സിംഗ് ആണ്. മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം എന്ന് പറയുന്നത് ഡൽഹിയാണ്. മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം ഏതാണ്? അത് ഡൽഹിയാണ്. മെയ് 11 ചെങ്കോട്ടയും മെയ് 12 ഡൽഹിയും കീഴടക്കുന്നുണ്ട്. ഓക്കെ, മെയ് 11, 12 തീയതികളിലായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡൽഹി പ്രദേശം കീഴടക്കുന്നുണ്ട്. 1857 കലാപ സമയത്ത് വിപ്ലവകാരികൾ മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് പാസ്റ്റ് നടത്തിയപ്പോൾ പാടിയ ഗാനമാണേത്? ഹം ഹേ ഇസ്കോ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്നത് കേട്ടോ. ഇത് രചിച്ചത് ആരാണ്? അസിമുള്ള ഖാനാണ്. ഇത് 1857 വിപ്ലവത്തിൻ്റെ പടയണി ഗാനമായിട്ട് എന്ത് ചെയ്യുന്നു? കരുതുന്നു. ഓക്കെ ആണല്ലോ. ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ആരെ നിയമിക്കുന്നു? ബഹദൂർ ഷാ സെക്കൻഡിനെ നിയമിക്കുന്നു. ആരാണ്? ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ആരെയാണ് അവർ പ്രഖ്യാപിക്കുന്നത്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അല്ലെങ്കിൽ ഷെഹൻഷാ ഈ ഹിന്ദുസ്ഥാനായിട്ട് പ്രഖ്യാപിക്കുന്നത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോഴുള്ള മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോഴുള്ള മുഗൾ ഭരണാധികാരി ആരാണ്? അത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ സഫർ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം കൊടുത്ത മുഗൾ ഭരണാധികാരിയുടെ സൈനിക ജനറലാണ് ആര്? ഭക്ത് ഖാൻ എന്ന് പറയുന്നത്. ജനറൽ ഭക്ത് ഖാനാണ് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ മീററ്റിലാണ് വിപ്ലവം ആരംഭിക്കുന്നത്. അവിടെ നിന്നും വിപ്ലവകാരികൾ ആരുടെ നേതൃത്വത്തിൽ? ഭക്ത് ഖാൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കലാപം നടത്തുന്നു. വിപ്ലവകാരികൾ പിടിച്ചെടുത്ത ആദ്യ പ്രദേശം ഏതാണെന്ന് വെച്ചാൽ അത് ഡൽഹി തന്നെയാണ്. ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ജനറൽ ഭക്ത് ഖാനാണ്. ജനറൽ ഭക്ത് ഖാൻ അദ്ദേഹം ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും ചേർന്നാണ് ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് എന്ന് നമുക്ക് പറയാം.
1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരമാണ് അസംഗഡ് വിളംബരം. ഏതാണ്? അസംഗഡ് വിളംബരം. അപ്പോൾ അസംഗഡ് വിളംബരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ആലോചിക്കുക കേട്ടോ. അസംഗഡ് വിളംബരം നടത്തുന്നത് 1857 ഓഗസ്റ്റ് 25-നാണ്. നമ്മൾ എല്ലാ പോയിന്റുകളും പറഞ്ഞാണ് പോകുന്നത്. കൃത്യമായിട്ട് നോട്ട് എഴുതി വെക്കുക. നിങ്ങൾക്ക് ഏത് ലെവൽ എക്സാമുകൾക്കും ഉപയോഗപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കലാപകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഏതാണെന്ന് പറഞ്ഞു? ഡൽഹിയാണെന്ന് പറഞ്ഞു. അപ്പം ഈ കലാപകാരികളിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാലും അത് ഡൽഹിയാണ് കേട്ടോ. ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശം ഏതാണ്? അത് ഡൽഹി തന്നെയാണ്. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ആരാണ്? ജോൺ നിക്കോൾസൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. ആരാണ്? ജോൺ നിക്കോൾസ്. അപ്പം ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ഡൽഹിയിലെ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ആരാണ്? അത് ജോൺ നിക്കോൾസൺ ആണ്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ജോൺ നിക്കോൾസൺ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ നിക്കോൾസൺ ആണ്. ജോൺ നിക്കോൾസൺ. 1857 വിപ്ലവകാരികളുടെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് അസംഗഡ് വിളംബരത്തെയാണ് കേട്ടോ. 1857 വിപ്ലവകാരികളുടെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? അസംഗഡ് വിളംബരത്തെയാണ്. അസംഗഡ് വിളംബരം ആരുടെ പേരിലാണ് പുറപ്പെടുവിച്ചത്? ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിച്ചാണ് അസംഗഡ് വിളംബരം. ഇത് 1857 വിപ്ലവകാരികളുടെ മാനിഫെസ്റ്റോ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഡൽഹി പിടിച്ചെടുത്തതിനെ തുടർന്ന് ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടുന്നുണ്ട്. ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടുന്നത് ആരാണെന്ന് വെച്ചാൽ വില്യം ഹോഡ്സൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ. വില്യം ഹോഡ്സൺ ബഹദൂർ ഷാ രണ്ടാമനെ ഹുമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നൊക്കെയാണ് പിടികൂടുന്നത്. ജസ്റ്റ് അതൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. 1857 സെപ്റ്റംബർ 20-നാണ് ബഹദൂർ ഷാ രണ്ടാമനെ എന്ത് ചെയ്യുന്നത്? പിടികൂടുന്നത്. അതിനുശേഷം 1858 ഒക്ടോബർ 7-ന് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? നാട് കടത്തുന്നുണ്ട് കേട്ടോ. 1857 സെപ്റ്റംബർ 20-ന് ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടുകയും 1858 ഒക്ടോബർ 7-ന് അദ്ദേഹത്തെ റംഗൂണിലേക്ക് എന്ത് ചെയ്യുന്നു? നാട് കടത്തുകയും ചെയ്യുന്നു. റംഗൂൺ എന്ന് പറയുമ്പോൾ മ്യാൻമർ കേട്ടോ. മ്യാൻമറിലേക്ക് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? നാട് കടത്തുകയും ചെയ്യുന്നു. ഓക്കെ. മ്യാൻമറിൻ്റെ പഴയ പേരെന്താണ്? ബർമ എന്നാണ് കേട്ടോ. അപ്പോൾ ബർമയിലേക്ക് നാട് കടത്തിയത് ആരെയാണെന്ന് ചോദിച്ചാലും ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർ ഷാ രണ്ടാമനെയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ബഹദൂർ ഷാ രണ്ടാമൻ റംഗൂണിൽ വെച്ച് മരണം അടഞ്ഞത് 1862-ലാണ്. അപ്പോൾ 1857 വിപ്ലവത്തിലെ 1857 സെപ്റ്റംബർ 20-ന് ബഹദൂർ ഷാ രണ്ടാമനെ വില്യം ഹോഡ്സൺ പിടികൂടുന്നു. അതിനുശേഷം 1858 ഒക്ടോബർ 7-ന് അദ്ദേഹത്തിൻ്റെ വിചാരണയൊക്കെ കഴിഞ്ഞ് മ്യാൻമറിലെ റംഗൂണിലേക്ക് അല്ലെങ്കിൽ ബർമയിലെ റംഗൂണിലേക്ക് എന്ത് ചെയ്യുന്നു? നാട് കടത്തുന്നു. റംഗൂണിൽ വെച്ച് ബഹദൂർ ഷാ സെക്കൻഡ് മരണപ്പെടുന്നത് ഏത് വർഷമാണെന്ന് വെച്ചാൽ 1862-ലാണ്. ഇപ്പോഴത്തെ PSCയുടെ ഒരു രീതി അനുസരിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള പോയിന്റുകളിൽ നിന്ന് ടൈം ലൈനൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മരണപ്പെടുന്ന വർഷം 1862-ആണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? റംഗൂണിൽ തന്നെയാണ് കേട്ടോ. റംഗൂണിൽ തന്നെയാണ്. ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്തനായ ഉറുദു കവിയാണ് മിർസ ഗാലിബ് എന്ന് പറയുന്നത്. ഈ ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? ഡൽഹി കൈവശപ്പെടുത്തിയതിന് ശേഷം അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ വരെ എന്ത് ചെയ്തു? കൊല ചെയ്തു. അപ്പോൾ അതിന് സാക്ഷിയായ ഒരു പ്രശസ്തനായ ഉറുദു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? മിർസ ഗാലിബ് എന്നാണ്. മിർസ ഗാലിബ്. 1857 കലാപത്തിൻ്റെ ഒരു പ്രധാന കാരണം ദത്തവകാശ നിരോധന നിയമമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ആ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ 1854 എന്ത് ചെയ്യുന്നുണ്ട്? ഝാൻസി പിടിച്ചെടുക്കുന്നുണ്ട്. ഏത് സ്ഥലം പിടിച്ചെടുക്കുന്നുണ്ട്? ഝാൻസി പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ അരങ്ങേറിയ സംഭവങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഡൽഹിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്, ആരൊക്കെയാണ് അവിടെ നേതൃത്വം നൽകിയത്, ആരൊക്കെയാണ് അവിടെ പിടിക്കപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഝാൻസി എന്ന് പറയുന്നത്. ഝാൻസിയിൽ എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഝാൻസിയിൽ വിപ്ലവത്തിലേക്ക് അവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ളവർ ഇറങ്ങാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ദത്തവകാശ നിരോധന നിയമമാണ്. അപ്പോൾ ദത്തവകാശ നിരോധന നിയമപ്രകാരം 1854 ഈ ഝാൻസി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നുണ്ട്. ഝാൻസിയിലെ റാണി കലാപത്തിലേക്ക് മുന്നിട്ടിറങ്ങാനുള്ള പശ്ചാത്തലം എന്താണ്? പശ്ചാത്തലം എന്ന് പറയുന്നത് ഝാൻസി റാണി ആരാണ്? ഗംഗാധർ റാവുവിൻ്റെ ഭാര്യയാണ്. അതായത് ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്കൊരു ദത്തുപുത്രൻ ഉണ്ടായിരുന്നു. ആരാണ് അവരുടെ ദത്തുപുത്രൻ എന്ന് പറയുന്നത്? ദത്തുപുത്രൻ ദാമോദർ റാവു ആയിരുന്നു കേട്ടോ. ഗംഗാധർ റാവുവിൻ്റെയും ഝാൻസി റാണിയുടെയും ദത്തുപുത്രൻ ആയിരുന്നു ആര്? ദാമോദർ റാവു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ദത്തവകാശ നിരോധന നിയമപ്രകാരം
അധികാരം എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവരുടെ അധികാരം ദാമോദർ റാവുവിലേക്ക് കൈമാറാനായിട്ട് പറ്റിയില്ല. ഗംഗാധർ റാവുവിൻ്റെ മരണശേഷം അധികാരം നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ആരെന്ന് പറയുന്നത്, ദാമോദർ റാവു എന്നാണ്. അദ്ദേഹത്തിന് അധികാരം കൈമാറ്റം ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണ്, ബ്രിട്ടീഷുകാരുടെ ദത്തവകാശ നിരോധന നിയമം. അതായത് അവരുടെ സ്വന്തം മക്കൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നാട്ടുരാജ്യങ്ങൾ കൈമാറാൻ പാടുള്ളൂ, അല്ലെ അവരുടെ അധികാരം കൈമാറാൻ പാടുള്ളൂ എന്നൊരു നിയമം ആര് കൊണ്ടുവന്നിരുന്നു, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ നിയമം മൂലം അധികാരം നഷ്ടപ്പെട്ട ഒരാളാണ് ആരെന്ന് പറയുന്നത്, ദാമോദർ റാവു. അപ്പോൾ തങ്ങളുടെ മകന് അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി ഝാൻസി റാണിക്ക് എന്ത് വരികയാണ്, ബ്രിട്ടീഷുകാരുടെ ഒരു വിദ്വേഷം വരുവാണ്. അതിനെ തുടർന്നാണ് ഝാൻസി റാണി കലാപത്തിലേക്ക് മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ ഈ സമയത്ത് ഝാൻസി റാണി തൻ്റെ അനുയായികളെ കൊണ്ടൊരു പ്രതിജ്ഞയൊക്കെ എടുപ്പിച്ചിരുന്നു. എന്താണ് ആ പ്രതിജ്ഞ? ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്നതായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ട് ഝാൻസി റാണി തൻ്റെ അനുയായികളെ കൊണ്ടെടുപ്പിച്ച പ്രതിജ്ഞ. എന്താണ്? ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് ആസാദ് ഷാഹി എന്ന് ഉദ്ദേശിക്കുന്നത്? സ്വതന്ത്ര ഭരണം. അവരുടെ സ്വതന്ത്ര ഭരണം അവരുടെ കൈകളാൽ എന്ത് ചെയ്യുകയില്ല, ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല എന്നൊരു പ്രതിജ്ഞയൊക്കെ തൻ്റെ അനുയായികളെ കൊണ്ട് ആരെടുപ്പിച്ചിരുന്നു, ഝാൻസി റാണി എടുപ്പിച്ചിരുന്നു. ഝാൻസി റാണിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? മനുഭായി, മണികർണിക, ചബേലി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? ഝാൻസി റാണിയാണ്. ഓക്കെ, മനുഭായി, മണികർണിക, ചബേലി. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റുകളും പ്രധാനപ്പെട്ടതാണ്, എല്ലാം ഒന്നുപോലും വിട്ടുപോകാതെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മനുഭായി, മണികർണിക, ചബേലി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെയാണ്? ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ കുതിരകൾ പ്രശസ്തമായിട്ടുള്ളവയാണവ. അവയുടെ പേരെന്താണ്? ബാദൽ, സാരംഗി, പവൻ എന്നിങ്ങനെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നിങ്ങൾ ഒരിക്കലും മറന്നുപോകാതിരിക്കേണ്ടത് ഏതാണ്? ബാദലാണ്. ബാദൽ. ഓക്കെ, ഝാൻസി റാണിയുടെ കുതിരകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബാദൽ, സാരംഗി, പവൻ എന്നിവയാണ്. അതിൽ വിപ്ലവ സമയത്തെ ഝാൻസിയുടെ കുതിര ഏതാണ്? അത് ബാദലാണ് കേട്ടോ. 1857 വിപ്ലവ സമയത്തെ ഝാൻസിയുടെ കുതിര ആരാണ്? ബാദലാണ്. 1857 വിപ്ലവത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. 1857 വിപ്ലവത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥൻ ആരാണ്? ഹ്യൂഗോ റോസ് ആണ്. ഝാൻസിയിൽ വെച്ച് ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ ആരാണ്? അത് ഹ്യൂഗോ റോസ് ആണ്. ഹ്യൂഗോ റോസ് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ദി മോസ്റ്റ് ഡേഞ്ചറസ് ഓഫ് ആൾ ഇന്ത്യൻ റെബൽ ലീഡേഴ്സ് എന്നാണ്. എന്താണ്? ദി മോസ്റ്റ് ഡേഞ്ചറസ് ഓഫ് ഓൾ ഇന്ത്യൻ റെബൽ ലീഡേഴ്സ്. ഇന്ത്യൻ വിപ്ലവകാരികളിൽ ഏറ്റവും അപകടകാരിയായത് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഹ്യൂഗോ റോസ് ആണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അതും ഹ്യൂഗോ റോസ് ആണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചതും ആരെയാണ്? ഝാൻസി റാണിയെയാണ്. ആരാണ് വിശേഷിപ്പിച്ചത്? ഹ്യൂഗോ റോസ് ആണ്. കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് വിശേഷിപ്പിച്ചതും ആരെ തന്നെയാണ്? ഝാൻസി റാണിയെ തന്നെയാണ്. ഹ്യൂഗോ റോസ് തന്നെയാണ് ഇതും വിശേഷിപ്പിച്ചത്. കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ, വിപ്ലവകാരികളുടെ സമുന്നത നേതാവ്, ഇന്ത്യൻ വിപ്ലവകാരികളിൽ ഏറ്റവും അപകടകാരി എന്നിങ്ങനെയെല്ലാം ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഹ്യൂഗോ റോസ് ആണ്. ഝാൻസി റാണി വീരമൃത്യു വരിക്കുന്നത് എന്താണ്? ഝാൻസി റാണി വീരമൃത്യു വരിക്കുന്നത് 1858 ജൂൺ 18-നാണ്. 1858 ജൂൺ 18-നാണ് ഝാൻസി റാണി വീരമൃത്യു വരിക്കുന്നത്. ഝാൻസി റാണി വീരമൃത്യു വരിക്കുന്നത് എന്നാണ്? 1858 ജൂൺ 18-ന്. ഝാൻസി റാണി മരണമടഞ്ഞ സ്ഥലം ഏതാണ്? അത് ഗ്വാളിയാർ ആണ് കേട്ടോ. ഗ്വാളിയാർ. ഝാൻസി റാണി മരണമടഞ്ഞ സ്ഥലം ഏതാണ്? ഗ്വാളിയാർ ആണ്. ഗ്വാളിയാർ. INAയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് എന്തെന്നാണ്? ഝാൻസി റാണി റെജിമെൻ്റ് ആണ് കേട്ടോ. ഇന്റർനാഷണൽ ആർമിയുടെ വനിതാ റെജിമെൻറ്റിനെ അറിയപ്പെടുന്നത് എന്തെന്നാണ്? ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ്. അവരുടെ ആ ഒരു ശക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഝാൻസി റാണി റെജിമെൻ്റ് എന്ന പേര് കൊടുത്തേക്കുന്നത്. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗ്വാളിയാറിലാണ്. റാണി ലക്ഷ്മിബായി ആരാണ്? റാണി ലക്ഷ്മിബായി ഝാൻസി റാണിയാണ്. അപ്പോൾ ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അവർ മരണമടഞ്ഞ സ്ഥലമായിട്ടുള്ള ഗ്വാളിയാറിലാണ്. എവിടെയാണ്? ഗ്വാളിയാർ. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആൻഡമാനിലാണ്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആൻഡമാനിലാണ്. ഝാൻസി എന്ന നഗരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഝാൻസി എന്ന നഗരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നമ്മൾ കലാപ കേന്ദ്രങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഝാൻസി നഗരം എവിടെയാണെന്ന് പറഞ്ഞു? ഉത്തർപ്രദേശിലെ കലാപ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്നതാണെന്ന് പറഞ്ഞു. ഝാൻസി റാണിയുടെ ജീവിതം ആധാരമാക്കി റാണി എന്ന ഇംഗ്ലീഷ് നോവൽ എഴുതിയത് ജയശ്രീ മിശ്രയാണ്. ആരാണ്? ജയശ്രീ മിശ്ര. അപ്പോൾ ജയശ്രീ മിശ്ര എഴുതിയ റാണി എന്ന ഇംഗ്ലീഷ് നോവൽ ആരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഝാൻസി റാണിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഝാൻസി റാണിയെക്കുറിച്ച്
റാണിയെക്കുറിച്ച് സീത എന്ന നോവൽ എഴുതിയ ബ്രിട്ടീഷുകാരനാണ് ഫിലിപ്പ് മെഡോസ് ടെയ്ലർ എന്നത്. ഫിലിപ്പ് മെഡോസ് ടെയ്ലർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഝാൻസി റാണിയെക്കുറിച്ച് സീത എന്ന നോവൽ എഴുതിയത് കേട്ടോ. അപ്പോൾ നമ്മൾ സീത എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇന്ത്യക്കാരൻ എഴുതിയതാണെന്ന് തെറ്റിദ്ധരിക്കാം. ആരാണ് എഴുതിയത്? ഒരു ബ്രിട്ടീഷുകാരനാണ്. ഫിലിപ്പ് മെഡോസ് ടെയ്ലർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഝാൻസി റാണിയെക്കുറിച്ച് സീത എന്ന പുസ്തകം എന്ന നോവൽ എഴുതിയത്. ഝാൻസിക്ക് റാണി എന്ന പ്രശസ്ത ഹിന്ദി കവിത രചിച്ചത് സുഭദ്രകുമാരി ചൗഹാനാണ്. ഝാൻസിക്ക് റാണി എന്ന പ്രശസ്ത ഹിന്ദി കവിത രചിച്ചത് ആരാണ്? സുഭദ്രകുമാരി ചൗഹാനാണ് കേട്ടോ. സുഭദ്രകുമാരി ചൗഹാൻ. അവൾ ഒരു പുരുഷനെ പോലെ പോരാടി, അവൾ ഝാൻസിയിലെ റാണിയായിരുന്നു എന്ന് ഝാൻസി റാണിയെക്കുറിച്ച് പറഞ്ഞതാരാണ്? സുഭദ്രകുമാരി ചൗഹാനാണ്. ഈ സുഭദ്രകുമാരി ചൗഹാൻ എഴുതിയ പ്രശസ്ത ഹിന്ദി കവിതയാണ് ഝാൻസിക്ക് റാണി. അപ്പോൾ അവരെന്താണ് ഝാൻസി റാണിയെക്കുറിച്ച് പറഞ്ഞത്? അവളൊരു പുരുഷനെ പോലെ പോരാടി, അവൾ ഝാൻസിയിലെ റാണിയായിരുന്നു എന്ന് പറഞ്ഞതാരാണ്? സുഭദ്രകുമാരി ചൗഹാനാണ്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മഹാശ്വേതാ ദേവിയാണ്. ഇത് ഒത്തിരി തവണ പേസി ചോദിച്ചിട്ടുള്ളതാണ്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മഹാശ്വേതാ ദേവിയാണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു ബുക്കാണ് വിശ്വചരിത്ര അവലോകനം. ആരുടെ പ്രശസ്തമായ ബുക്ക്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ബുക്കാണ് വിശ്വചരിത്ര അവലോകനം. ഈ പുസ്തകത്തിലാണ് ഝാൻസി റാണിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വിശേഷണം ആര് കൊടുത്തിരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു കൊടുത്തിരിക്കുന്നത്. ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് മണികർണിക ക്യൂൻ ഓഫ് ഝാൻസി എന്നത്. ഇപ്പോൾ ഝാൻസി റാണിയുടെ സിനിമ ഏതാണ്? ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കിയുള്ള സിനിമ ഏതാണെന്ന് വെച്ചാൽ മണികർണിക ക്യൂൻ ഓഫ് ഝാൻസി എന്നാണ്. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് സംവിധാനം ചെയ്തതാരാണ്? കൃഷും കങ്കണ റാവത്തുമാണ് കേട്ടോ. കൃഷ് രാധാകൃഷ്ണൻ, ഓക്കെ, രാധാകൃഷ്ണ ജഗർല മുടി എന്നൊക്കെ അറിയപ്പെടുന്ന കൃഷ് രാധാകൃഷ്ണൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയും കങ്കണ റാവത്തും ചേർന്നാണ് ഝാൻസി റാണിയുടെ ജീവിത ആസ്പദമാക്കിയുള്ള സിനിമയായിട്ടുള്ള മണികർണിക ക്യൂൻ ഓഫ് ഝാൻസി എന്ന സിനിമ സംവിധാനം ചെയ്തത്. മണികർണിക എന്ന ചിത്രത്തിൽ ഝാൻസി റാണിയായിട്ട് വേഷമിട്ടത് ആരാണ്? അത് കങ്കണ റാവത്ത് തന്നെയാണ് കേട്ടോ. മണികർണിക എന്ന ചിത്രത്തിൽ ഝാൻസി റാണിയായിട്ട് വേഷമിട്ടത് ആരാണ്? കങ്കണ റാവത്താണ്. ഝാൻസി റാണി ഝാൻസിയിൽ കൂടാതെ മറ്റെവിടെയാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയതെന്ന് വെച്ചാൽ അത് ഗ്വാളിയാറിലാണ്. അപ്പോൾ ഗ്വാളിയാറിൽ, മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? അത് ഝാൻസി റാണിയും ഝാൻസി റാണിയോടൊപ്പം താന്തിയ തോപ്പിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഝാൻസി റാണിയും താന്തിയ തോപ്പിയുമാണ് ഗ്വാളിയാറിൽ വിപ്ലവം നയിച്ചതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. 1857 വിപ്ലവത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഝാൻസി റാണിയാണ്. 1857 വിപ്ലവത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഝാൻസി റാണിയാണ്. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷുകാരെ സഹായിച്ച നാട്ടുരാജാക്കന്മാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ അത് ഗ്വാളിയാറിലെ സിന്ധ്യയും ഹൈദരാബാദിലെ നൈസാമും ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരെ സഹായിച്ചവരിൽ ഉൾപ്പെടുന്നതാണ് ഗ്വാളിയാറിലെ സിന്ധ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്വാളിയാറിലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ഝാൻസി റാണി എന്ന് പറയുന്നത്. ഝാൻസി റാണിയോടൊപ്പം ആരും ഉണ്ടായിരുന്നു? താന്തിയ തോപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? നമ്മുടെ വിപ്ലവത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, അതുണ്ടാകാനുണ്ടായ പശ്ചാത്തലം എന്താണ്, എവിടെയൊക്കെയാണ് കലാപ കേന്ദ്രങ്ങൾ, അത് എവിടെയെല്ലാമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു അല്ലേ. അവിടെയൊക്കെ നേതൃത്വം നൽകിയത് ആരാണ്? കൂടാതെ ഡൽഹിയിലെയും പിന്നെ ഝാൻസിയിലെയും വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ബാക്കിയുള്ള കലാപ കേന്ദ്രങ്ങളിലെ കലാപ രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു, അവിടെ ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്, അവിടുത്തെ പശ്ചാത്തലം എന്തായിരുന്നു, അതിനെക്കുറിച്ചും 1857 വിപ്ലവത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. അടുത്ത പാർട്ടിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്